الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രദ്ധ ചെലുത്തുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിൻ്റെ അഹ്ലുകാരായി അവൻ നമ്മെ തെരഞ്ഞെടുത്തു. മനുഷ്യരാകുന്ന നാം എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നതിനായി 1.25 ലക്ഷത്തോളം വരുന്ന അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകന്മാരെ അവൻ നമ്മിലേക്ക് നിയോഗിച്ചു. അവസാനമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാത്രയാക്കിക്കൊണ്ട് നുബുവത്തിൻ്റെ ഖിതാം അഥവാ പൂർത്തീകരണം നടത്തുകയും ചെയ്തു. മുസ്ലിങ്ങളാകുന്ന നാം എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്ന് വളരെ സവിസ്തരം നമ്മുടെ എല്ലാ മേഖലകളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വ്യതിചലിച്ചാൽ നാം അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളും അത്യാഹിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സത്യദീൻ നമുക്ക് അള്ളാഹു നൽകിയത് അവൻ്റെ വലിയ കാരുണ്യം കൊണ്ട് മാത്രമാണ്. നാം അതിനെ വ്യക്തമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നാം പരിശ്രമിക്കണം.
നമുക്കറിയാം, ഇന്ന് ലോകം മൊത്തം കലുഷിതമാണ്, പ്രശ്നങ്ങളാണ്, ബഹളങ്ങളാണ്. ഒരു സ്ഥലത്തും സമാധാനമോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഉള്ള ഒരു രംഗമില്ല. നമ്മുടെ സ്റ്റേറ്റിലാണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും ലോക അടിസ്ഥാനത്തിലാണെങ്കിലും യുദ്ധങ്ങളും പ്രശ്നങ്ങളും ബഹളങ്ങളും പിടിച്ചുപറിയും അഴിമതിയും തട്ടിപ്പറിക്കലും അക്രമവും കൊലപാതകവും അനീതിക്ക് വേണ്ടിയുള്ള സംഘടിതമായ പ്രവർത്തനങ്ങളും ബില്ലുകളും ഒക്കെയാണ് നാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്യൻ്റെ സമ്പത്ത്, ഭൂമി, വീട്, ആരാധനാലയം, മദ്രസകൾ, പാഠശാലകൾ എങ്ങനെയൊക്കെ തട്ടിപ്പറിക്കാം, അതിനെങ്ങനെയെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കാം, ഇതിനു വേണ്ടി തന്നെ ഒരു വിങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ യുവതലമുറ സമരത്തിലാണ്. അവർ പഠിക്കുന്ന വിഷയങ്ങളിൽ അവർ പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ അതിലെല്ലാം കുത്തിത്തിരിപ്പും കൃത്രിമങ്ങളും ചെയ്തുകൂട്ടി പഠിക്കുന്നവരെ അതിൽ നിന്നും പുറത്താക്കി അല്ലാത്തവർക്ക് അവസരം നൽകുന്നതിനുള്ള കുതന്ത്രങ്ങളാണ് എല്ലാ മേഖലകളിലും ഉള്ളത്. നമ്മുടെ മസ്ജിദുകളും നമ്മുടെ സ്ഥാപനങ്ങളും പൂർണ്ണമായും അക്രമപരമായി കൈക്കലാക്കി മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാബരി പള്ളിയാണ് നാം പറയുന്നതെങ്കിലും 100,000 ബാബരി പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും പൊളിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും ഒരു പ്രതിരോധം തീർക്കാൻ കായികമായോ ആയുധപരമായോ നമുക്ക് സാധ്യവും അല്ല, നമുക്കറിയാം. മറിച്ച് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ അഴമാലുകളും നമ്മുടെ ജീവിതവും എല്ലാം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മെ പഠിപ്പിച്ചതുപോലെ ആക്കിത്തീർത്തെങ്കിൽ മാത്രമേ ഇതിനുള്ള ഒരു ശക്തമായ ഒരു കോട്ട എന്ന നിലയിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ നമുക്ക് കഴിയൂ. ഇല്ലെങ്കിൽ ഈ പൊളിക്കലും തട്ടിപ്പറിക്കലും ഒക്കെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ വീടുകളടക്കം ഇനി പൊളിക്കപ്പെടുന്നതിന് മുമ്പെങ്കിലും നമ്മുടെ ദീൻ നമ്മോട് ആവശ്യപ്പെടുന്ന നിലയിലുള്ള ജീവിതം എല്ലാ മേഖലകളിലും നാം മാറ്റിയെടുത്തേ പറ്റൂ. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. അസ്സുമർ അധ്യായത്തിലൂടെ അള്ളാഹു നമുക്ക് അറിവ് നൽകുകയാണ്. നിങ്ങളെ അള്ളാഹുവിൽ നിന്നുള്ള വിവിധങ്ങളായ ശിക്ഷകൾ, ഈ ശിക്ഷ എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ശിക്ഷകൾ മാത്രമല്ല, ഇവിടെയും നാം പല നിലയിൽ അനുഭവിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷകളാണ്. ഇമാം ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ആഫാക്കല്ലാ, അദ്ദേഹം ഒരാളെ ഉപദേശിക്കുക, അള്ളാഹു നിനക്ക് ആഫിയത്ത്, സുഖം, സൗഖ്യം നൽകട്ടെ. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, അന്ന ജൗറൽ മലിക്കി നിഖ്മത്തും മിൻ നിഖ്മത്തില്ല. രാജാവ്, ഭരണാധികാരി,
അവരിൽ നിന്നും നിങ്ങൾക്ക് നേരിലുണ്ടാകുന്ന ശിക്ഷകൾ, പ്രതികാര നടപടികൾ, അക്രമങ്ങൾ നിഖ്മത്തും മിൻ നിഖ്മത്തില്ല, അള്ളാഹുവിൽ നിന്നും വരുന്ന ശിക്ഷാ നടപടിക്രമങ്ങൾ തന്നെയാണ്. നമ്മൾ പറയുന്നത് ചിലപ്പോൾ ശക്തമായ കാറ്റടിച്ച് അല്ലെങ്കിൽ ഭൂകമ്പമുണ്ടായി അല്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി അതിനെ മാത്രമാണ് നാം ഒരു ശിക്ഷയായിട്ട് പൊതുവിൽ പറയാറുള്ളത്. ഭരണാധികാരികളിൽ നിന്ന് വരുന്ന അക്രമങ്ങൾ നാം അത് അള്ളാഹുവിൽ നിന്ന് വരുന്ന ഒരു ശിക്ഷയായി സംസാരിക്കാറേയില്ല. വഖഫ്, അതിൽ വഖഫ് എന്ന് പറഞ്ഞാൽ തന്നെ അറബി വാക്കും മുസ്ലിങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട ഒരു അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു സൽക്കർമ്മമാണ്. മുസ്ലിങ്ങൾ പൂർവകാലം മുതലേ വഖഫ് സമ്പ്രദായം അവരിൽ ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുള്ളത്. നിരവധി ഹദീസുകളും ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്നല്ലാത്ത വേറെ എല്ലാം നിൽക്കുമെന്നും എല്ലാം നിലയ്ക്കുമെന്നും അതിൽ ഒന്ന് സദഖത്തിൻ ജാരിയ, വഖഫാണ്, നിന്നുപോകാത്തത്, എന്നും നിലനിൽക്കുന്നത്, അവൻ മരിച്ച് ഖബറിലായാലും അതിൻ്റെ പുണ്യം അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. വേറെയും വ്യത്യസ്തങ്ങളായ ആയത്തുകളും ഹദീസുകളുമുണ്ട്. അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് മുസ്ലിങ്ങളിലെ സമ്പന്നരായ ആളുകൾ അവരിലെ തന്നെ ഗതിയില്ലാത്ത അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് ചെറിയ നിലയിലെങ്കിലും ഉള്ള ഒരു രക്ഷാകവചം എന്ന നിലയിൽ അവരുടെ അന്നത്തിനു വേണ്ടി, അവരുടെ ജീവിത മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ധർമ്മം ചെയ്യുന്ന ഒന്നിനാണ് വഖഫ് എന്ന് പറയുന്നത്. അതിൽ അവരല്ലാത്തവർക്ക് അതിൻ്റെ ഭരണാധികാരത്തിലോ അതിൻ്റെ നിയന്ത്രണത്തിലോ ഒരവകാശവുമില്ല. എന്നിട്ടും മുകളിൽ നിന്നും നിയമമുണ്ടാക്കി എല്ലാ ആളുകളിലേക്കും കൊടുത്ത് അവരവരുടെ അടുക്കലുള്ള ബോർഡിലും രണ്ടുപേരെ അന്യരെ കയറ്റണമെന്ന് നിയമമുണ്ടാക്കി തട്ടിപ്പറിക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പൂർണ്ണ തികഞ്ഞ ദീനനുസരിച്ചിട്ടുള്ള ജീവിതം മാത്രമാണ്. വാളെടുത്തോ അല്ലെങ്കിൽ തോക്കെടുത്തോ അല്ലെങ്കിൽ കല്ലെടുത്തോ അല്ലെങ്കിൽ ലാത്തി കൊണ്ടോ ഉള്ള അക്രമമർദ്ദന മുറകളല്ല. ഇമാം ഹസൻ ബസരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മായി ബന്ധപ്പെട്ട അയാളോട് പറഞ്ഞത്, ഭരണാധികാരികളിൽ നിന്നും വരുന്ന ശിക്ഷാ നടപടികൾ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷകൾ തന്നെയാണ്. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഉള്ള പരിച, പ്രതിരോധം ഈ ഭരണാധികാരികളിൽ നിന്നും അക്രമപരമായ രീതിയിലുള്ള നടപടികൾ വരുമ്പോൾ അതിനെ തടുക്കാനും അതിനെ പ്രതിരോധിക്കാനും ഉള്ള കോട്ട ദുആ, തൗബ, ഇനാബ, ഇസ്തിഗ്ഫാർ വല്ലിഖലാഉ അനിദ്ദുനൂബ്, പ്രാർത്ഥനയും പശ്ചാത്താപവും അള്ളാഹുവിലേക്കുള്ള മടങ്ങലും പാപമോചനം തേടൽ അധികരിപ്പിക്കലും പാപങ്ങളിൽ നിന്നും സമ്പൂർണമായി ഒഴിവാകലുമാണ് അതിൻ്റെ പ്രതിരോധം. അല്ലാതെ തോക്കെടുത്ത് വെടിവെക്കലോ അല്ലെങ്കിൽ കല്ലെടുത്ത് എറിയലോ വഴി മുടക്കലോ വാഹനത്തിന് തടസ്സം നിൽക്കലോ ഒന്നുമല്ല. ഇതേപോലെയുള്ള അക്രമങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ നാം പ്രതിരോധ നടപടി ഈ നിലയിലെടുക്കണം. വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന മുഴുവൻ വിപത്തുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് സമ്പാദിച്ചു വച്ച
തിന്മകളുടെ അധർമ്മങ്ങളുടെ പരിണിതിയാണത്. വയഫുവൻ കസീർ, അള്ളാഹു പറയും എത്രയോ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകളാണ് അള്ളാഹു മാപ്പ് നൽകുന്നത്. നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം അപ്പപ്പോൾ മറുപടി നൽകുകയാണെങ്കിൽ ഇവിടെ ജീവിക്കാനേ കഴിയാത്ത നിലയിലുള്ള അക്രമങ്ങളും പാപങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഭൂരിഭാഗവും അള്ളാഹു മാപ്പ് നൽകുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഇവകളെയെല്ലാം പ്രതിരോധിക്കാൻ ദീൻ പഠിപ്പിച്ചു തന്ന ഈ മാർഗം, പാപങ്ങളിൽ നിന്നും സമ്പൂർണമായി ഒഴിവാവുക, ഇസ്തിഗ്ഫാർ പാപമോചന പ്രാർത്ഥന അധികരിപ്പിക്കുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക, ഇങ്ങനെയുള്ള പ്രതിരോധ നടപടികളാണ് ഇതിന് സ്വീകരിക്കേണ്ടതെന്ന് ഹസൻ ബസ്വരി റഹിമഹുല്ല ഒരാളോട് ഉപദേശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏത് വിഷയത്തിലാകട്ടെ, പരീക്ഷയുടെ വിഷയത്തിലാണെങ്കിലും വഖഫിൻ്റെ വിഷയത്തിലാണെങ്കിലും പള്ളികളും മസ്ജിദുകളും ഒക്കെ ക്രൂരമായി കയ്യേറി, മുസ്ലിങ്ങളുടെ വീടുകൾ മാത്രം നോക്കി കയ്യേറി മുഴുവൻ ബുൾഡോസർ വച്ച് നശിപ്പിച്ച് അവരെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന പ്രവണതകൾ രാജ്യത്തിൻ്റെ കുറേ ഭാഗങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് വെറുതെ ടെൻ്റ് കെട്ടി ഒരു സ്ഥലങ്ങൾ അതൊന്നുമില്ലാതെ കടുത്ത ചൂടിലും കടുത്ത മഴയിലുമൊക്കെ പ്രയാസപ്പെട്ട് കഴിയുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്നത് ബിമാ കസബത്ത് ഐദീക്കും, നിങ്ങൾ ചെയ്തു കൂട്ടിയത് കൊണ്ടാണ്. മറുവശത്താ വിഭാഗം യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വായികളും അവരുടെ എഴുത്തുകളും അവരുടെ മീഡിയകളും അവരുടെ സംവിധാനങ്ങൾ കൊണ്ടെല്ലാം അള്ളാഹുവിൻ്റെ ഈ കലിമത്തിനെ, ഈ പ്രകാശത്തിനെ, ഈ ദീനിനെ, ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനാണ് അവരുദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിന് വളം വച്ചു കൊടുക്കുകയാണ്. അവരാ പ്രവൃത്തി തുടങ്ങുമ്പോൾ അത് വളരാൻ വേണ്ടിയുള്ള വളവും വെള്ളവും നിങ്ങൾ ഇട്ടുകൊടുക്കുന്നു. ഇത് നീതീകരിക്കാനാവാത്തതാണ്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹു അവൻ്റെ ദീനിനെ അവൻ സമ്പൂർണമാക്കുക തന്നെ ചെയ്യും. നാം അതിന് അർഹരല്ലെങ്കിൽ നമ്മെ മാറ്റിയിട്ട് അള്ളാഹു അടുത്തൊരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു തലമുറയെ അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട് അനവധി. അങ്ങനെയാ നാം ഇവിടം വരെ എത്തിയത്. ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ, നേരായ വഴിയുമായി അള്ളാഹുവിൻ്റെ റസൂലിനെ അയച്ചവൻ അവനാ. വദീനിൽ ഹഖ്, സത്യമായ ദീനുമായി. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, വേറെ എല്ലാ ദീനിനെയും മുകളിലായി ഈ ദീൻ വെളിവാവുക തന്നെ ചെയ്യും. വലൗ കരിഹൽ മുശ്രിക്കൂൻ, ശിർക്കുള്ളവർക്ക് അതെത്ര വെറുപ്പും ദേഷ്യവും ഉണ്ടായാലും ശരി. സഹോദരങ്ങളെ, നാം അതിന് റെഡിയാവണം. എങ്ങനെ റെഡിയാവണം? പാപകർമ്മങ്ങളിൽ നിന്നും ഒഴിവാവുക, മാക്സിമം ചെയ്തു പോയതിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുക, തൗബ അധികരിപ്പിക്കുക, പ്രാർത്ഥന അധികരിപ്പിക്കുക. അങ്ങനെ റബ്ബിലേക്ക് നാം പൂർണ്ണമായി സമർപ്പിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിനു മുമ്പ്. തുമ്മ ലാ തുൻസറൂൻ, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷകൾ വന്നാൽ പിന്നെ നിങ്ങളെ സഹായിക്കപ്പെടുകയില്ല. സഹായിക്കുന്നില്ലല്ലോ. നമ്മെ സഹായിക്കപ്പെടുന്നുണ്ടോ? എത്രയെത്രയോ പള്ളികളും മസ്ജിദുകളും മദ്രസകളും സ്ഥാപനങ്ങളും വീടുകളും നമ്മുടെയൊക്കെ കടകളും ഒക്കെ നശിപ്പിക്കപ്പെട്ടു. തുമ്മല തുൻസറൂൻ, നിങ്ങളെ പിന്നെ സഹായിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞത് കൃത്യമാണ്. കാരണം എന്താ? നാം പാപത്തിൽ മുങ്ങിത്താണ് കിടക്കുകയാണ്. ശിർക്കായും കുഫറായും ബിദ്അത്തായും ഹറാമുകളായും സമൂലത്തിൽ നാം മുങ്ങിത്താണിരിക്കുകയാണ്. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നും നിങ്ങൾക്ക് അവതരിച്ച് കിട്ടിയ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥവുമായി നിങ്ങൾ ഇത്തിബാഅ് ചെയ്യൂ, നിങ്ങൾ തുടരൂ, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കൂ. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്ത, ചിലപ്പോൾ പെടുന്നനെയായിരിക്കാം. നാം ആദ്യം പറഞ്ഞ ഭൂകമ്പങ്ങളോ അല്ലെങ്കിൽ ശക്തമായ കാറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിപത്തുകൾ കൊണ്ടോ പെടുന്നനെ നിങ്ങളെ പിടിപെടുന്ന നടപടികളും അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങുക.
വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ നനച്ചിരിക്കാതെ, നിങ്ങൾ ഓർമ്മിക്കാതെ തന്നെ, പ്രതീക്ഷിക്കാതെ തന്നെ അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ വന്ന് പിടിപെട്ടാൽ തക്കൂല, നിങ്ങൾ പറയും നഫ്സ് യാ ഹസ്രത അലാ മാ ഫർറത്തു ഫീ ജംബില്ലാ, അള്ളാഹുവിനോട് ഞാൻ ചെയ്തു വീട്ടേണ്ട കടപ്പാടുകളൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾക്ക് വിലപിക്കുന്ന ഒരരംഗം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. എൻ്റെ സഹോദരങ്ങളെ, പല ആളുകളും പല പാമ്പുകളും തേളുകളും വിഷം കൂടിയതും കുറഞ്ഞതുമൊക്കെ നാനാഭാഗത്തായി പൊത്തിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവകളെ എല്ലാത്തിനെയും തല്ലിക്കൊല്ലുക എന്നത് നമ്മെക്കൊണ്ട് സാധ്യമേ അല്ല. മറിച്ച് അവകളെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ നടപടി നാം സ്വീകരിക്കൽ നമുക്ക് സാധ്യവുമാണ്. അതാണ് നാം പറഞ്ഞ ഇസ്തിഗ്ഫാറും തൗബയുമെല്ലാം. നിങ്ങളെ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും വ്യത്യസ്തങ്ങളായ നിലയിൽ. ഈ പരീക്ഷണങ്ങളിലെല്ലാം നിങ്ങൾ വിജയിക്കുക തന്നെ വേണം. എങ്കിലേ നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പല നിലയിലുള്ള നിയമങ്ങളും കൽപ്പനകളും ഒക്കെ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇനി എന്തു ചെയ്യും, മുസ്ലിമായി ഇവിടെ ജനിച്ചതുകൊണ്ട് ഏതെല്ലാം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നെടുവീർപ്പിടാതെ, സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ ഈ ദീൻ ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷ നൽകുന്നത് മാത്രമാണ്. ആ ദീനിനെ ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് നമുക്ക് മുഴുവൻ വിപത്തുകളും നേരിടേണ്ടി വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല, ഇദാകാന ഉമറാക്കും ഷിറാറക്കും, നിങ്ങളുടെ അമീറന്മാർ, നേതാക്കന്മാർ, നേതൃത്വത്തിലിരിക്കുന്നവർ നിങ്ങളിൽ വച്ച് ഏറ്റവും മോശക്കാരായി, അഗ്നിയാവുക്കും ബുഖലാക്കും, നിങ്ങളുടെ സമ്പന്നന്മാർ കടുത്ത പിശുക്കന്മാരായി, ഉമൂറക്കും ഇലാ നിസായിക്കും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് സ്ത്രീകളായി, വബത്തുനുൽ അർദി ഖൈറും മിൻ ളഹ്രിഹാ, ഇങ്ങനത്തെ ഒരു കാലം വന്നാൽ ഭൂമിയുടെ മുകൾ വശമല്ല നിങ്ങൾക്ക് ഖൈർ, അതിൻ്റെ ഉള്ളു തന്നെയാണ്, അഥവാ മരണം തന്നെയാണ്. നിലവിൽ ഈ ഒരവസ്ഥയിലല്ലേ വന്നിരിക്കുന്നത്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും വ്യാപകമായതും സ്ത്രീകളാണ്. ഏതു മേഖലകൾ എടുത്തു പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും, നമ്മിലെ സമ്പന്നന്മാർ പിശുക്കന്മാരാണ്. അവരുടെ സമ്പത്തിനനുസരിച്ചുള്ള സക്കാത്തോ സദക്കയോ ഹദിയയോ ഒന്നും അവർ നൽകുന്നില്ല. അവരുടെ സമ്പത്തിനനുസരിച്ചുള്ള, നമ്മെ നിയന്ത്രിക്കുന്നവർ, നമ്മുടെ നേതാക്കന്മാർ നമ്മിൽ വച്ച് വളരെ മോശക്കാരായ ആളുകളായി മാറി, എല്ലാ മേഖലകളിലും ഉള്ള. അതുകൊണ്ട് ഇതിനൊരു പ്രതിവിധി, ഇതിൽ നിന്നൊരു രക്ഷാമാർഗം നാം അള്ളാഹുവിലേക്ക് മടങ്ങലല്ലാതെ വേറൊന്നുമില്ല. ശക്കൗന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുതവസ്സിദുൻ ബുർദത്തൻ ലഹു ഫീ ളില്ലിൽ കഅബ. സ്വഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ തണലിൽ പ്രവാചകന്റെ ഒരു വിരിപ്പ് തലയണ വച്ച് വിശ്രമിച്ചു കൊണ്ടിരിക്കവേ ഞങ്ങൾ റസൂലിൻ്റെ അടുക്കൽ ചെന്നൊരു പരാതി പറഞ്ഞു. യാ റസൂലല്ലാഹ് അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ, പ്രവാചകരെ, ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുക, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, തങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വിമോചനത്തിനായി വിടുതിക്കായി പ്രാർത്ഥിക്കുന്നില്ല, അള്ളാഹുവിനോട് എന്തുകൊണ്ട് സഹായം ചോദിക്കുന്നില്ല എന്ന് പ്രവാചകനോട് സ്വഹാബികൾ ആവലാതി പറഞ്ഞപ്പോൾ കാല നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദ് കാന മൻ ഖബലക്കും യുഖദുർ റജുലു ഫയുഹ്ഫറു ലഹു ഫിൽ അർളി ഫയുജഅലു ഫീഹാ ഫയുജാഉ ബിൽ മിൻഷാർ ഫയുളവ അലാ റഅസി. നിങ്ങൾക്ക് കേൾക്കണോ മുസ്ലിങ്ങളെ, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും. അവരിൽ ഒരാൾ കൊണ്ടുവരും, ഭൂമിയിൽ ഒരു കുഴി കുഴിക്കും, അരയുടെ മുകളിൽ വരെ കുഴിച്ച് അദ്ദേഹത്തെ കുഴിയിലാക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ മൂർച്ചയേറിയ വാള് കൊണ്ടുവരും, രണ്ടായി അദ്ദേഹത്തെ പിളർത്തും. ഫയുജ്അലു നിസ്ഫൈ, രണ്ട് ഭാഗമായി അദ്ദേഹത്തെ മുറിച്ചു വീഴ്ത്തും. വയുംശത്തു ബി അംശാത്തിൽ ഹദീദ്,
വേറെ ചില ശിക്ഷാ നടപടികൾ അവർക്ക് സ്വീകരിക്കേണ്ടി വന്നത് ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് മിൻ ദൂന ലഹ്മിഹി വഅളമിഹി, അവരുടെ എല്ലിൽ നിന്നും അവരുടെ മാംസത്തെ വാർന്നെടുക്കുന്ന നിലയിലുള്ള ശിക്ഷാ നടപടികളും അവരോട് സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളോട്. ഇതൊക്കെ ചെയ്താലും അവരുടെ ദീനിൽ നിന്നും, ദീനനുസരിച്ചുള്ള ജീവിതത്തിൽ നിന്നും അവരെ ഇതൊന്നും തടഞ്ഞിരുന്നില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ളവർ, അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിലുള്ളവർ ഈ ദീനിനെ കളിയാക്കുകയും ഇതിനെ അവഹേളിക്കുകയും നിസാരവൽക്കരിക്കുകയും തള്ളിപ്പറയുകയും അങ്ങനെ മുർത്തദ്ദായി ഇർത്തിദാദ്, ദീനിൽ നിന്നും പുറത്തുപോയിക്കൊണ്ടുള്ള ഏതെല്ലാം നിലപാടുകളാണ്, ഏതെല്ലാം സംസാരങ്ങളാണ് അവർ മീഡിയകളിലൂടെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് ദീനിനെ അവഹേളിക്കാൻ വേണ്ടി. എത്ര അവഹേളിച്ചാലും, എത്ര ശിക്ഷകളും എത്ര പ്രയാസങ്ങളും നേരിടേണ്ടി വന്നാലും മുൻഗാമികളായ സത്യവിശ്വാസികൾക്ക്, വിശ്വാസിനികൾക്ക് അവരുടെ ദീനിൽ നിന്നും തിരിച്ചു പോകാൻ, ഇർത്തിദാദ് മുർത്തദ്ദായി പോകാൻ അവർക്കതൊന്നും തടസ്സമല്ല. അവർ ദീനിൽ അടിയുറച്ചു നിന്നു. അവരെ കൊല്ലപ്പെട്ടോട്ടെ, കരിക്കപ്പെട്ടോട്ടെ, അവർ അതൊന്നിനെയും പ്രശ്നമായി കണ്ടിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇതേപോലെയുള്ള പ്രയാസങ്ങളെല്ലാം ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. വല്ലാഹി ലയുത്തിമ്മന്ന ഹാദൽ അംർ, ഈ കാര്യം, ഈ ദീൻ അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. നാം ചെയ്യേണ്ടത് നാം ചെയ്യുക. അള്ളാഹുവിൽ നിന്നുള്ള സഹായം അങ്ങനെ നാം ചെയ്താൽ തീർച്ചയായും നാം പ്രതീക്ഷിക്കാതെ പല ഭാഗത്തു നിന്നും വരിക തന്നെ ചെയ്യും. വമയ്യത്തഖില്ല യജഅൽ ലഹു മഖ്റജ, രക്ഷാവഴി അള്ള തുറന്നു തരും തഖ്വയുണ്ടെങ്കിൽ. തഖ്വയില്ലാത്ത അവസ്ഥയാണ് നാം ഇനിയും പുലർത്തുന്നതെങ്കിൽ പല നിലയിലുള്ള വഖഫ് ബോർഡിൽ മുഴുവനും അവരാവും. അങ്ങനെ നിയമം പാസ്സാക്കിയാൽ അങ്ങനെ തന്നെ, വേറെ അത് ചോദിക്കാനൊന്നുമില്ല. ആര് ചോദിക്കാനാ? ചോദിക്കാനുള്ള ത്രാണിയും കഴിവും സംസാരിക്കാനുള്ള ശക്തിയും നമുക്കില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെ പാപകർമ്മങ്ങൾ കൊണ്ട് അതെല്ലാം ഭൂമിയുടെ അടിയിലായി. അതെല്ലാം ഇനി ഉണർന്നു വരണമെങ്കിൽ നാം ഈമാനികമായും കർമ്മപരമായും നാം ഉണരണം. നമ്മിൽ ബഹുഭൂരിഭാഗവും അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവരും നിഷേധിക്കുന്നവരും പാപികളുമായപ്പോൾ പല നിലയിലുള്ള പരീക്ഷണങ്ങളും പല നാടുകളിലും, നമ്മുടെയൊക്കെ നാടുകളിലും വന്നുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നേ വഴിയുള്ളൂ, അള്ളാഹുവിലേക്കുള്ള മടക്കം മാത്രം. ഇതെത്ര ഖുതുബകളിലും ഉപദേശങ്ങളിലും ക്ലാസ്സുകളിലൊക്കെ നാം കേട്ടതുകൊണ്ടും കാര്യമില്ല സഹോദരങ്ങളെ. നമ്മുടെ ഈ നാവിൽ നിന്നും ഒരു ചാൻ മാത്രമുള്ള നമ്മുടെ ഹൃദയത്തിലേക്ക് ഇവകൾ ഇറങ്ങണം. സഹാബികൾ ഇങ്ങനെ ഇറങ്ങിയവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഒരു വിധത്തിലുമുള്ള പ്രയാസങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. യുദ്ധങ്ങളും സംഘടനകളൊക്കെ അവിടെ ഉണ്ടായി എങ്കിലും നാം ഒക്കെ ഇന്നീ അനുഭവിക്കുന്ന നിലയിലുള്ള പ്രയാസങ്ങൾ, അവഹേളനങ്ങൾ, എൻ്റെ സഹോദരങ്ങളെ, ഇതൊക്കെ നാം വരുത്തി കൂട്ടുന്നത് തന്നെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും അതിലേക്ക് മടങ്ങാനും നമുക്കും വിശ്വാസികളായ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി ബഅദ മൗതിഹി. ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിനി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മരണത്തിന് ശേഷം അവരിലേക്ക് ചെല്ലുന്ന കർമ്മങ്ങളിൽ പെട്ടതാണ് ഇൽമൻ നശറഹു. ഒരാൾ അറിവ് പഠിച്ചു, അത് മറ്റുള്ളവർക്ക് നുകർന്നു കൊടുത്തു, തനിക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. ഔ വലദൻ സ്വാലിഹൻ തറക്കഹു, അല്ലെങ്കിൽ അവൻ നല്ല മക്കളുണ്ടായി, സ്വാലിഹീങ്ങളായ മക്കൾ, ആ മക്കളെ അവൻ വിട്ടേച്ചു പോയി. ആ മകൻ്റെ പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും ആ ഉമ്മയ്ക്കും ആ വാപ്പയ്ക്കും എത്തുക തന്നെ ചെയ്യും. ഔ മുസഹഫൻ വർറത്തഹു, അല്ലെങ്കിൽ ഒരു മുസഹഫ്, വിശുദ്ധ ഖുർആൻ, മതഗ്രന്ഥങ്ങൾ അവൻ പഠിക്കുകയും അത് അനന്തരമായി അവൻ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. അതെടുത്ത് ആരെങ്കിലും വായിക്കുകയും ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അത് ഉപേക്ഷിച്ചു പോയ വ്യക്തിക്ക് അതിൻ്റെ കൂലി അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും. ഔ മസ്ജിദൻ ബനാഹു, അല്ലെങ്കിൽ ഒരാൾ ഒരു മസ്ജിദ് പണിതു, എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ, അതിനെ നല്ല നിലയിൽ ശ്രദ്ധിച്ച് പരിപാലിച്ച് അതിൽ ചെയ്യേണ്ട ഇബാദത്തുകൾ ചെയ്ത് നല്ല നിലയിൽ കൊണ്ടുപോയാൽ അതിനും അള്ളാഹുവിൻ്റെ അടുക്കൽ മരണത്തിന് ശേഷം കൂലി എത്തുക തന്നെ ചെയ്യും. ഔ ബൈത്തൻ ലിബിനിസ് സബീലി ബനാഹു, അല്ലെങ്കിൽ യാത്രക്കാരായ ആളുകൾക്ക് യാത്രയുടെ ക്ഷീണം മാറാൻ വേണ്ടി ഒരു വിശ്രമ സങ്കേതം, ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായും അതിനും ഉന്നതമായ പ്രതിഫലം മരണത്തിന് ശേഷം അള്ളാഹു അവന് നൽകുക തന്നെ ചെയ്യും. ഔ നെഹറൻ അജ്റാഹു, അല്ലെങ്കിൽ ഒരു കനാലോ അല്ലെങ്കിൽ ഒരു പുഴയോ ഒഴുക്കാൻ വേണ്ടി സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു, പുഴയിലുള്ള മാലിന്യങ്ങൾ നീക്കി പുഴയെ നല്ല നിലയിലാക്കി തീർത്തു, അതിനെല്ലാം ഉന്നതമായ കൂലി കൊടുക്കും. ഔ സദഖത്തൻ അഖ്റജഹ മിൻ മാലിഹി ഫി ഹയാതിഹി തൽഹഖുഹു ബഅദ മൗതിഹി, അല്ലെങ്കിൽ അവൻ സദഖ ചെയ്തു, ആ സദഖ അവൻ്റെ ജീവിതകാലത്ത് അവൻ്റെ സമ്പത്തിൽ നിന്നും, അതായത് വഖഫ് ചെയ്തു, ആ വഖഫിൻ്റെ കൂലിയും മരണത്തിന് ശേഷം അവൻ്റെ ഖബറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും. വേറൊരു ഹദീസിൽ കാണാം, മൻ ഹഫറ ബിഅറൻ, ഒരാൾ കിണർ കുഴിച്ച് മനുഷ്യർക്ക് കുടിക്കാനുള്ള സൗകര്യപ്രദമായ നിലയിൽ നൽകിയാലും അതിനും ഉന്നതമായ ലഭിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള വലിയ പുണ്യങ്ങളാണ് വഖഫും സദഖയുമെല്ലാം. ഈ ഹദീസുകളും ഇതേപോലെയുള്ള ഉപദേശങ്ങളും കേട്ടിട്ടാണ് മുസ്ലിങ്ങളുടെ പൂർവ്വസൂരികളായ മുൻകഴിഞ്ഞു പോയ സമ്പന്നരായ ആളുകൾ മനുഷ്യർക്കിടെ നന്മയ്ക്ക് വേണ്ടി വഖഫ് ചെയ്ത് അത് കൈകാര്യം ചെയ്യേണ്ടതും അത് വിതരണം ചെയ്യേണ്ടതും അവർക്കാണെന്ന് നിയമവും ഉണ്ടായിരിക്കെ ഇതെല്ലാം തട്ടിപ്പറിക്കാനും കൃത്രിമ മാർഗത്തിലൂടെ അപഹരിക്കാനുമൊക്കെ ശ്രമിക്കുന്നത് നാം ചെയ്യേണ്ടുന്ന ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇസ്തിഗ്ഫാറിൻ്റെ കുറവും തൗബയുടെ കുറവും പ്രാർത്ഥനയുടെ കുറവും പാപകർമ്മങ്ങളിൽ നാം മുങ്ങിയത് കൊണ്ടുമാണ് സഹോദരങ്ങളെ ഈ ഇടങ്ങേറുകളും കഷ്ടപ്പാടുകളും ഓരോന്നായി തലക്ക് നട്ടപ്പറയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു നമ്മെ കാക്കട്ടെ. പൂർണ്ണമായി തിന്മയിൽ നിന്നും മടങ്ങി നന്മയിലേക്ക് മുന്നേറാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു മഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീൻ.